Sir, 0 to 100 in just 5.6 seconds with a top speed of 250 kilometers per hour. The power is 345 bhp, sir. All disc brakes set up with ABS, EBD, brake assistance and ESP. Oh. In safety, it has 12 airbags with crumble zone and a massager function, a mini fridge Oh. and night vision assistance, solar sunroof, Wow. and have n number of features. അപ്പോ AC இல்லையா? Excuse me, sir? இல்ல AC அது கம்பெனி கொடுப்பாங்களா இல்ல நம்ம துட்டு கொடுத்து வெளில இருந்து வேற வாங்கி வைக்கணுமா? Sir, இதெல்லாம் international standard car, sir. Oh. It will come with AC, having international standard. ஓ. AC இருக்குமான்னு கேக்குறது டயர் இருக்குமான்னு கேட்கற மாதிரி, sir. Yeah. But this color will not like my wife, okay? We have options for color, sir. Come, sir, I'll show you. அப்படினா I should have been finalized tomorrow. Come with my wife, okay? Okay. வரட்டுமா? Sir, your visiting card, please. Oh, Oh, da. Okay. thank you, sir. Ranjit VB Janagi Tailors. India is developing. One 221-784336. KS 10892. എട്ടാം സമ്മാനെങ്കിലും ഉണ്ടോ നോക്കാം. 8132. ടിക്കറ്റിന്റെ പൈസ പോലും ഇല്ല. ഈ കേരള സംസ്ഥാനം ഒരു കാലത്തും കൂടെ പിടിക്കില്ല. என்னண்ணே இந்த வாட்டி ലോട്ടറി അടിക്കலையா? കേരള കാരുണ്യ ബമ്പർ ഇത്. അവിടത്തെ കുറെ പാവപ്പെട്ടവർക്ക് ഒരു സഹായമാവണേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാ. അതും ലോട്ടറി ടിക്കറ്റ് നിരോധിച്ചിട്ടില്ല ഈ തമിഴ്നാട്ടിലെ ബ്ലാക്കിൽ എടുത്ത ടിക്കറ്റാ. அப்படியா? உனக்கு ஒரு விஷயம் தெரியுமா முத்து? என்னண்ணே? இந்த பம்பரை விட ஜாஸ்தி பணம் சம்பாதிக்கிற பிசினஸ் ஏன்னு എനിക്കറിയാം. அப்ப ஏன் அந்த பிசினஸ் செய்யல? அது பண்றதுக்கு கையில பணம் இல்லையே. பணம் இருந்தா எதுக்கண்ணே பிசினஸ் செய்யணும்? அந்த பணத்தை வச்சு சாப்பிட்டு ஜாலியா செலவு செய்து விஜய் படம் பார்த்து நிம்மதியா இருக்கலாம்ல. ഫസ്റ്റ് ഓഫ് ഓൾ യു ഡോണ്ട് നോ വാട്ട് ഈസ് എക്കണോമിക്സ് തിങ്സ് ഹാപ്പനിങ്. അതുപോലെ അറിയാത്ത നിനക്കൊക്കെ ഇതൊന്നും ചൊന്നാ പുരിയാത്. അണ്ണേ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിഷയം അണ്ണേ, ചുമ്മാ 5 വർഷം ഇടത് 5 വർഷം വലത് രണ്ടുപേരും മാറി മാറി ഭരിച്ചിട്ട് അവിടെ എന്ത് പുരോഗതി ഉണ്ടായെന്നാണ് ഈ പറയണത്? നീ ഇത് ആരുടെ കാര്യം ഈ പറയണേ? നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ കാര്യം തന്നെ. മാസത്തില് മിനിമം ഒരു ഹർത്താൽ, ഒരു ദിവസം വാഹന പണി മുടക്ക്, പവർ കെട്ട്, എൻഡോ സൾഫാൻ, ഇപ്പതാ മുല്ലപ്പെരിയാർ. അത് പിന്നെ പ്രശ്നങ്ങളില്ലാത്ത സംസ്ഥാനമുണ്ടോ? ഡൽഹിയിൽ അഴിമതി, കാശ്മീരിൽ ഭീകരവാദം, ബോംബെയിൽ അധോലോകം, ബീഹാറിൽ നക്സല്. പക്ഷെ ഇതൊന്നും ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളല്ലല്ലോ. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എന്താ? അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. കണ്ടു പഠിക്കട്ടെ തമിഴ്നാടിനെ. ഓവർ ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓവർ ബ്രിഡ്ജ്, മെട്രോ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും മെട്രോ, IT കോറിഡോർ, ടെക്സ്റ്റൈൽ പാർക്ക്. അതിനിടയ്ക്ക് പൂട്ടിന് തേങ്ങാപ്പീര പോലെ 2G സ്പെക്ട്രം, ഭൂമി കുംഭകോണം. ഹൈ, അതൊക്കെ ഇടയ്ക്കൊരു തമാശക്കല്ലേ. സ്വന്തം കാര്യം നോക്കുന്നതിനിടയിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ജനങ്ങളെ നല്ലോണം നോക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാ തിന്നയില്ല തീറ്റിക്കയില്ല. പണ്ടേ വണ്ടി കയറി ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരിയാട്ടോ, ജോലി അന്വേഷിച്ചു വന്ന ഞാൻ ഒന്നാന്തരം 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയായി. സിനിമാ നടനാവാൻ വന്ന നീയെ ഒന്നാന്തരം തുന്നക്കാരനായി. വല്ലാത്ത രക്ഷപ്പെടലല്ലേ. അതെ, സിനിമയില് ഞാൻ ഈ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴല്ലേ ആ 2 അണ്ണന്മാരും കൂടി മലയാള സിനിമ മൊത്തം ഇവിടുന്ന് പറിച്ചെടുത്തോണ്ട് നാട്ടിലേക്ക് പോയത്. ഒരാള് കൊച്ചിക്കാരനായതുകൊണ്ട് പാതി ഷൂട്ടിംഗ് കൊച്ചിയിൽ, മറ്റേ അണ്ണൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് ബാക്കി പകുതി അവിടെ. അതെ, നസീർ സാറ് പോയതോടെ എന്റെ 2 ചിറകരിഞ്ഞ പോലെ ആയി. ഏതായാലും അത് മലയാളികളുടെ ഭാഗ്യം. അത് അല്ലെങ്കിൽ നീയൊക്കെ നായകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ മലയാളികള് സിനിമ കാണലെന്നെ നിർത്തിയനെ. അതെ,
കടുപ്പത്തിലൊരു ചായ. പക്ഷെ ആ മലയാള സിനിമ തന്നെ എന്നെ പൊന്നാടയണിച്ച് സ്വീകരിക്കുന്ന ഒരു കാലം വരും. അമ്പത്തൂർ ഇൻഡസ്ട്രിയൽ പാർക്കിലെ എന്റെ പേരിൽ തുടങ്ങാൻ പോകുന്ന റെഡിമെയ്ഡ് കമ്പനിയുടെ സ്ഥലം സാങ്ഷനായി കഴിഞ്ഞു. അല്ല, ഈ തുണിയും സിനിമയും തമ്മിൽ എന്താണ് ബന്ധം? ഭാസ്കരൻ അറിയോ, ഇന്നത്തെ പല വൻ വ്യവസായികളും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ കൂടിയാ പടിപടിയായിട്ട് കയറി വന്നിട്ടുള്ളത്. അതേപോലെ ഞാനിപ്പോ തുടങ്ങാൻ പോകുന്ന റെഡിമെയ്ഡ് കമ്പനി പടിപടിയായിട്ട് ഉയർന്ന് ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനിയായിട്ട് മാറി അതിന് കുറെ CR ഉണ്ടാക്കി എന്റെ മോളെ നായികയ്ക്ക് ഞാനൊരു പടം പിടിക്കും. പിന്നെ അവാർഡ്, പത്മശ്രീ, സ്വീകരണം, പൊന്നാട. അല്ല, അതിന് നിന്റെ മോൾക്ക് 5 വയസ്സല്ലേ ഉള്ളൂ കുട്ടാ? മതിയല്ലോ. എന്റെ ഭാസ്കരേട്ട സിനിമയുടെ കാര്യല്ലേ അത്. പിന്നെ ഞാൻ പണം ഉണ്ടാക്കി വരുമ്പോഴേക്കും എന്റെ മോൾക്കൊരു 14 വയസ്സായിട്ടുണ്ടാവും. ഹീറോയിനാക്കാൻ പറ്റിയ പ്രായ. മാത്രമല്ല ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാർസിന് ആ പ്രായത്തിലുള്ള ഹീറോയിൻസിനോട് കൂടുതൽ താല്പര്യം. നിന്റെ പ്ലാനൊക്കെ കൊള്ളാം. പക്ഷെ നീ സിനിമ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിന്റെ തയ്യൽ മെഷീൻ സൂക്ഷിച്ചു വെച്ചോട്ടോ. കുത്തുവാള എടുക്കുന്നതിന് പകരം തുന്നൽ സൂചി എടുത്താലും മതിയല്ലോ. മലയാളിയാ? അതെ. അഭിനയിക്കാൻ ചാൻസ് അന്വേഷിച്ച് വന്നായിരിക്കും. അല്ല, ഈ മ്യൂസിക് ഡയറക്ഷന് വേണ്ടി. അത് കുറച്ചുകൂടി കേമാ. അതെ, ഇവിടെ റൂമോ ഫ്ലാറ്റോ വല്ലതും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയായി തരാം. തത്കാലം അസിസ്റ്റന്റ് ഡയറക്ടർ അൻവന്റെ റൂമിലാണ് താമസിക്കുന്നത്. പൈസ ശരിയായി വരുമ്പോ ഞാൻ പറയാം. ഓ രഞ്ജന, കടയ്ക്ക് കസ്റ്റമർ വന്നിരിക്കാറ്. ഓ വந்தாச்சு. ഭാസ്കരേട്ടാ, കുറച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് പുറത്തു പോവേ. ആ ഗാർമെന്റ് ഫാക്ടറിയുടെ കാര്യത്തിന് വേണ്ടി കുറെ ഓഫീസിൽ കയറി ഇറങ്ങാനുണ്ട്. ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ എന്റെ മൊബൈലിൽ വിളിക്കാൻ പറഞ്ഞാൽ മതി. എടാ, റിസ്ക് എടുക്കുന്നവനെ ജീവിതത്തിൽ രക്ഷപ്പെടൂ. എല്ലാം ശരിയാവും. ചെല്ലേ. നാവ് പൊന്നായിരിക്കട്ടെ. அம்மா, கல்யாணத்துக்கு போடுறதுக்குன்னு சொல்றீங்க. இனிமே இது லூஸ் பண்ணி ஆல்டர் பண்ணி இதெல்லாம் பண்றதை வரைக்கும் புதுசா ஒன்று தைக்க வேண்டியதானே? நீங்க சொல்றது சரிதான். ஆனா என்னோட ஹஸ்பண்டுக்கு பிசினஸ் லாஸ் ஆகி வேலை தேடி பாம்பே போயிருக்காரு. பணத்துக்கு ரொம்ப டைட். பணத்துக்கு டைட் வரும்போது பிளவுஸ் லூஸா தாகணும். அல்லாம டைட்டா ஆகக்கூடாது. சரி சரி, அப்புறமா சரி பண்ணி வைக்கிறேன், போயிட்டு வாங்க. அப்போ அளவு எடுக்க வேண்டாமா? നിന്റെ അളവൊക്കെ എനിക്ക് അറിയാം. ചെല്ല് ചെല്ല്. അല്ലല്ലേ, ഉന്നോட அளவெல்லாம் எனக்கு கரெக்டா தெரியும் சொல்றேன். போயிட்டு அப்புறமா வாங்க. அப்போ நாளைக்கு வரட்டா? நாளைக்கு வாங்க. வரேன். டாடி மம்மி வீட்டுல தடபோட யாரும் இல்ல. அண்ணே, இந்த சுமித்ரா புருஷன் செக் கேஸ்ல மாட்டிட்டு ஜெயில இருக்காரு. ஆமா, 6-7 லட்சம் இல்லாம வெளியே இறங்க முடியாது. அப்படியா? ஆமா. இதுதான் அந்த ஆளு பாம்பேல இருக்கான்னு சொன்ன கதை. பாம்பேல? பாவி. என்னாச்சுடா? அங்க ஏதோ பிரச்சனை இருக்கு, போய் பார்க்கலாம் வாங்க. Who the hell do you think you are? Are you blind? Can't you see a car on the road? Don't ever think that you can blame me for this. You are a mad girl. Who let you out of your house? I am asking you, who let you out of your house? Answer to my question. I know what to do. I know what to do. Move. Hey man! Eh? This is India. Pedestrians get the first priority on streets. Give respect and take respect. This is Chennai machi. அது வந்து தம்பி, தப்பென் மேலே இல்லே. நான் மெதுவா தான் கார் ஓட்டு வந்தேன். சத்தியமா நான் சொல்றது பொய்யல்லே. அண்ணே அண்ணே, கொஞ்சம் சும்மா இருங்க. சும்மா இருங்க பேசிட்டு. 2000 ரூபாய் துட்ட கொடுத்து செட்டில் பண்ணுவா. இவங்க மேலே கார் முதலே. அப்ப 50% டிஸ்கவுண்ட் பண்ணிட்டு ஒரு 1000 ரூபாயாச்சும் கொடுங்க. 1000 ரூபாயா? எந்த கர்த்தாவே. See, I am a doctor. Hospital போல. ஏய், நீங்க மலையாளியா? ஆமா ஆமா. நீங்க? ஆமா. ஹாஸ்பிடல்ல வேணாம், அங்க ஊசி போடுவாங்க. நீங்க காசு கொடுங்க, நான் மருந்து வாங்கி சாப்பிட்டுக்கிறேன். இந்த காலை வச்சுக்கிட்டு நான் எப்படி நடப்பேன்? எப்படி? அம்மா சொல்றேன். நீ பேசாம இருங்க, சொல்றேன். கேட்டு சொல்றேன்னு சொன்னேன்ல. ഒരു 500 രൂപ കൊടുത്തേക്ക് ഡോക്ടറെ. അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുള്ള ഒരു നാടകമല്ലേ ഡോക്ടർ ഇതൊക്കെ. ഇനി ആള് കൂടി കഴിഞ്ഞാൽ റേറ്റ് കൂടും. കൊടുക്ക. 500 രൂപയുണ്ട്. என்னது 500 ரூபா? என்னம்மா அது? ஆசையா கொடுக்கறங்களே, வாங்கிக்க வேண்டியதுனே. வாங்க. என்னங்க கூட்ட சேர்ந்துங்க. போங்க. அம்மா, நீங்க மட்டும் நடிகரா இருந்தா பெஸ்ட் ஆக்ட்ரஸ் அவார்டு கிடைச்சிருக்கும். அதுதான். போங்க. எல்லாரும் போங்க. பாத்துட்டு இருக்காது. போங்க. எல்லாம் தள்ளுங்க. ஏதாவது ஒண்ணா கூட்ட சேர்ந்துறீங்களே. வேலையே கிடையாது உங்களுக்குலாம்.
சார் நீங்க டாக்டரா? ஆமா. சார் தலை இந்த மாதிரி சுத்தும் போது இந்த பக்கம் நொக்கு 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 நொக்குன்னு சத்தம் கேக்குது சார். இந்த பக்கமா? ஆமா சார். அப்ப திரும்பு. ம். எப்படி இருக்கு? நல்லா இருக்கு സാർ. ഇവിടെ എല്ലാവർക്കും ഒരു അടിയുടെ കുറവുണ്ട്. കേരളത്തിൽ മാത്രമല്ല പഞ്ചാബ്, ഗുജറാത്ത്, ഒറീസ, എന്തിനേറെ ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ വരെ ഞങ്ങളുടെ കുട്ടികളുണ്ട്. ഈ കൈകളിലൂടെ കടന്നുപോയവർ ഇവിടെ ദൈവത്തിന്റെ സ്വന്തം കരങ്ങളായി മാറണം ഡോക്ടർ. പല സ്ഥലത്തും പല തരത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടാ ഡോക്ടറെ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഫൈനലി യു ഹാവ് റീച്ച് ദ റൈറ്റ് ഹാൻഡ്സ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അല്പ പണച്ചെലവും സമയവും വേണ്ടിവരുന്ന ഒരു പ്രക്രിയയാണ്. പണം ഒരു പ്രശ്നമല്ല ഡോക്ടർ, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ മതി. അതാണ് ഇവിടെ വരുന്ന എല്ലാവരുടെയും മനസ്സ്, ആ അമ്മ മനസ്സ്. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ? ചോദിച്ചോളൂ. ഇത് വലിയ പണച്ചെലവുള്ള പരിപാടി ആയതുകൊണ്ട് ഒരു പ്രസവത്തിൽ 2 കുട്ടികളെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? യു മീൻ ഒരു പിടിക്ക് 2 പക്ഷി? അത് തന്നെ. പറയാൻ പറ്റില്ല, അത് പക്ഷിയുടെ സമയം പോലിരിക്കും. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, കൗണ്ടറിൽ പോയി ദാ ഈ സ്ലിപ്പ് കാണിച്ച് പണമടച്ച് രജിസ്റ്റർ ചെയ്യും. ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. ഓ, മൈ കമിൻ ഡോക്ടർ. യെസ് രാമമൂർത്തി, അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. എൻ വൈഫ് പ്രഗ്നന്റ് ആയിട്ടേൻ. அப்படியா? ஆமா. കൺഗ്രാറ്റുലേഷൻസ്. சேம் டு யூ. எதுக்கு? டாக்டர் ட்ரீட்மெண்ட் கொடுத்துதானே என் வைஃப் பிரெக்னன்ட் ஆனா. ஓ அப்படி. நான் முன்னாடியே சொல்லலையே. உட்காரு. താങ്ക് യു. അത്ഭുതം തന്നെ. ട്രീറ്റ്മെന്റ് എടുത്ത് കുറച്ചു കാലമെങ്കിലും കാത്തിരുന്നാലേ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞതാണ്. ഇന്നാളൊരു ദിവസം ക്ഷമ നശിച്ച് എന്നെ അടിക്കാൻ വരെ വന്നു. ഇല്ല, ഇപ്പൊ എപ്പടി ഇருக்கு? എല്ലാം ഉങ്ക കൈരാശി ഡോക്ടർ. എന്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം കടവുൾ കൃപ. நீங்க சொன்னது கரெக்ட் டாக்டர். என் வைஃப் 3 மாசத்துக்கு முன்னாடி ஒரு சுவாமியார் மடத்துல பஜனைக்கு போனேன். இப்போ 2 மாசம் பிரெக்னன்ட் ஆக்கும். உங்க ட்ரீட்மெന്റും சுவாமியார் மடத்துல பஜனையும் சேர்ந்து குழந்தை ரெடி. அதுக்கு உங்களுக்கு தானே ப்ராப்ளம் இருந்தது, வைஃப்க்கு அல்லല്ലോ. அதுதான் நீங்க ட்ரீட்மெண்ட் பண்ணி கரெக்ட் பண்ணிட்டீங்களா? ஏன் கன்ஃபியூஷன் பண்றேன்? இந்த சமயாரி எங்க பார்க்க முடியும்? உங்களுக்கு பஜனை இருக்கணுமா? ഏയ് വേണ്ട വേണ്ട വേണ്ട, ഭജനം കിടക്ക ഒന്നും വേണ്ട. ആദ്യം ട്രീറ്റ്മെന്റ്. നിങ്ങൾ കൗണ്ടറിൽ പോയി പൈസ അടച്ചിട്ട് വാ. ചെല്, ഒരുപാട് ടെസ്റ്റുകൾ ഉള്ളതാ. ഡോക്ടർ സ്വീറ്റ്സ്. அந்த சுவாமியார் மடத்துல നമ്പർ ഡോക്ടർമാരുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടി കുറെ സാമിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇഡിയറ്റ്സ്.